കുട്ടിയായിരിക്കുമ്പോ മാറുണ്ടോ? ഇല്ല. തയ്യാറാകുന്നതിന് കാണിക്കുന്നതിനാണ് മാറുണ്ടാകുന്നത്. മൈത്രേന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ലാത്ത കണ്ടുപിടുത്തങ്ങളാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമാണ് മൈത്രേൻ. ചിലർക്കത് സ്വീകാര്യമാണ്, എന്നെ പോലെയുള്ളവർക്ക് അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ഇപ്പൊ മൈത്രേൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം, പൊതുവേ മൈത്രേൻ പറയുന്നത് സ്ത്രീകളൊക്കെ കറവ പശുക്കളെന്നാണ്. ഇപ്പൊ പറയുന്നത് സ്ത്രീകളുടെ ബ്രസ്റ്റ്, പച്ചയ്ക്ക് പറഞ്ഞ മുല, അത് കാണിച്ചുകൊണ്ട് കാണിക്കാനുള്ളതാണ്. കൗതുകം കൊണ്ട് പലരും അത് ഊരി നോക്കാൻ ശ്രമിക്കുമെന്നാണ്. അത്ര കഴപ്പ് മൂത്ത് കിടക്കുന്ന ആണുങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടോ? എനിക്കറിയില്ല. കഴപ്പ് മൂത്ത് നടക്കുന്ന ആണുങ്ങൾ ഈ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണല്ലോ ബലാത്സംഗങ്ങളും ഈ പീഡനങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷെ മൈത്രേൻ പറഞ്ഞ കാര്യമാണ്. മൈത്രേൻ ഒരു ചാനലിൽ ഇന്റർവ്യൂവിനിടെ അവതാരികയോട് സംസാരിക്കുന്നതാണ്. ഈ ബ്രസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ സ്ത്രീകളെ നോക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് മൈത്രേൻ പറയുന്നത്, ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ഭാഗം നമ്മളിവിടെ കാണിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്, കുറച്ച് ഭാഗം. ഈ മൈത്രേൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്രസ്റ്റ് ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഉണ്ടാവില്ല, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ വലിപ്പത്തിൽ അതിൻ്റെ എല്ലാ വളർച്ചയോടും കൂടി അല്ലല്ലോ ബ്രസ്റ്റ് നിൽക്കുന്നത്. വലുതാകുമ്പോൾ ബ്രസ്റ്റ് നന്നായിട്ട് വലുതാവുകയും അത് മുഴച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യും. അത് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അത് അത്രയ്ക്ക് വലുതാവുന്നത് എന്നാണ് മൈത്രേന്റെ ഒരു കണ്ടുപിടുത്തം. അല്ല, അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്, അതാ കിടക്കട്ടെ. അതാണ് ഒരു കണ്ടുപിടുത്തം. രണ്ടാമത്തെ കണ്ടുപിടുത്തം മൈത്രേൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ, അതായത് ബ്രസ്റ്റ് എല്ലാ സമയവും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബ്രേസിയർ ഇട്ട്, അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ഡ്രസ്സിനുള്ളിൽ നിൽക്കുന്ന ബ്രസ്റ്റിനെ ആളുകൾക്കൊരു കൗതുകം ഉണ്ടാവും ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഊരി നോക്കാൻ ആളുകൾക്കൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണ് അതിന് ഡ്രസ്സ് നമ്മൾ ഇടുന്നത് എന്നതാണ് മൈത്രേൻ്റെ രണ്ടാമത്തെ കണ്ടുപിടുത്തം. പിന്നെ ഇത് കാണിക്കേണ്ട സാധനമാണ്, അതുകൊണ്ടാണ് അതിനെ ലൈംഗികാവയവം എന്ന് വിളിക്കുന്നത് എന്നാണ് മൈത്രേൻ പറയുന്നത്. ഞാൻ ഇങ്ങേരെ എൻ്റെ ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു പക്ഷേ ഞാൻ ഈ ചാനലിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിലേക്കായിരിക്കും എൻ്റെ പ്രതികരണം എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഉളുപ്പില്ലായ്മ പറയരുത്. കാരണം ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്കത് ആ ഒരു കൊച്ചു കുഞ്ഞിന് ബ്രസ്റ്റ് ഉണ്ടായി വരുന്നത് അത് കാണിക്കേണ്ടത് കൊണ്ടല്ല. ആ കുഞ്ഞിൻ്റെ പ്രായമനുസരിച്ച് അവൾക്ക് പീരീഡ്സ് ഒക്കെ വന്ന് ഒരു കുഞ്ഞ് അമ്മയാകാൻ തുടങ്ങുന്ന ഗർഭത്തിൽ മാത്രമാണ് അവളുടെ ഗർഭപാത്രം വളർന്ന് വലുതാവുന്നത്. ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ഗർഭപാത്രവും അവളുടെ അവയവങ്ങളും അവളുടെ ശരീരവും എല്ലാം, അവളുടെ മനസ്സ് പോലും വലുതാവുന്നത് ഓരോ പ്രായത്തിനനുസരിച്ചാണ്. എന്നിട്ടെല്ലാം തികയുമ്പോഴാണ് നമുക്ക് ഒരു വിവാഹത്തിലേക്കും ലൈംഗിക ബന്ധത്തിലേക്കൊക്കെ പോകാൻ കഴിയുന്നത്. അവിടെ കുഞ്ഞിന്, സ്വന്തം പ്രസവിച്ച് വീഴുന്ന കുഞ്ഞിന് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് മുലപ്പാലാണ്. ആ മുലപ്പാല് കൊടുക്കാൻ, അതിനെ ശേഖരിച്ച് വെക്കാൻ പ്രകൃതി ഉണ്ടാക്കിയതാണ് ഈ ബ്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇവൻ്റെ അമ്മയുടെ ഈ മുലപ്പാല് കുടിച്ചിട്ട് തന്നെയല്ലേ വളർന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. അവൻ്റെ അമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടാണോ വേറെ ഏതെങ്കിലും ജീവിയുടെ പാല് കുടിച്ചിട്ടാണോ വളർന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം അങ്ങനെ അമ്മയുടെ മുലപ്പാല് കുടിച്ച് വളർന്ന ആളുകളൊന്നും തന്നെ ഇങ്ങനെ പറയില്ല. സ്വാഭാവികമായും സെക്സുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ, പല രീതിയിൽ പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട്, പല വിഷയങ്ങൾ അതിലുണ്ട്. അതൊക്കെ അവിടെ മാറ്റി നിർത്താം. പക്ഷേ ഈ പറയുന്ന എല്ലാ സ്ത്രീകളെയും ആക്ഷേപിക്കുകയല്ലേ ഇത്? എല്ലാ സ്ത്രീകളുടെയും ഈ ലൈംഗിക ഉപകരണങ്ങൾ മാത്രമാക്കി മാറ്റുന്ന ഒരു പ്രവണതയല്ലേ ഒരു അവതാരികയുടെ ആ അവതാരിക ഇങ്ങനെ എൻ്റെ സുഹൃത്തും കൂടിയാണ് ആ അവതാരിക. അവരിങ്ങനെ തരിച്ചിരിക്കുന്നത് കാണാം. എനിക്ക് തോന്നി അവൾക്ക് 2 അക്ഷരം അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവൾ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഞാനത് മുഴുവൻ കണ്ടിട്ടില്ല. പിന്നെ വാർത്തന്റെ അടങ്ങാത്ത കോപോ രോഷവും കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വരുന്നത്. കാരണം മൈത്രേനെയൊക്കെ ആരാധിക്കുന്നവരുണ്ട്. അവരുടെ ഭാഗം ശരിയായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. മൈത്രേനെയൊക്കെ പറയുന്നത്, മൈത്രേൻ പറയുന്നത് 100% ശരിയാണ്. മൈത്രേനാണ് പല കാര്യങ്ങളും കണ്ടുപിടിച്ചത്. സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെ പറയുകയാണ്, സ്ത്രീകൾ കറവ പശുക്കളാണ് എന്ന് മൈത്രേൻ പറയുന്നത് ശരിയാണ്. സ്വന്തം മക്കളെ ജനിപ്പിച്ച അച്ഛനും അമ്മമാർക്കും മക്കളിൽ സ്വാതന്ത്ര്യമില്ല. അവരൊരു ഒരു ഒരു പരുവമാകുമ്പോൾ അവരെ അങ്ങ് തുറന്നു വിടുക. അവരെന്ത് വൃത്തികേട് കാണിച്ചാൽ അത് അവരുടെ കാര്യമാണ്. നമ്മൾ പിന്നെ അതിൽ ഇടപെടാൻ പോകാൻ പാടില്ല. പിന്നെ
മൈത്രേയുടെ ചിന്താഗതിയുമായി ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഞാൻ അവരെ ആരെയും കുറ്റം പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മളൊക്കെ വളർന്നു വന്നു, ഇപ്പോൾ ഞാനും പാർത്ഥനുമൊക്കെ വളർന്നു വന്ന രീതിയുണ്ട്. പാർത്ഥൻ ഒരു അമ്മ ഒറ്റയ്ക്ക് വളർത്തിയതാണ് അല്ലേ? പാർത്ഥൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ ആദ്യം തോന്നുന്നത് കാമമാണോ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സ്ത്രീയായിട്ട് കാണാനാണോ പാർത്ഥന് തോന്നുന്നത്? ഒരു 30, 40, 50 വയസ്സായ ഒരു സ്ത്രീയെ പാർത്ഥൻ കാണുന്ന രീതി എങ്ങനെയാണ്? എന്നെ വളർത്തിയതും എന്നെ ജനിപ്പിച്ചത് ഒരമ്മയാണ്, വളർത്തിയത് ഒരു അച്ഛനാണ്. എനിക്കും അറിയാം എങ്ങനെയാണ് ഒരു സ്ത്രീയെ കാണേണ്ടത്, ഒരു പുരുഷനെ കാണേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ കാമഭ്രാന്തം എടുത്ത് കിടക്കുന്ന പുരുഷന്മാരല്ല ഞാൻ പറയുന്നത്. ഭാര്യ ഉണ്ടെങ്കിലും പലതരം സ്ത്രീകളുമായി ബന്ധം വെച്ച് പുലർത്തുന്ന, ഭർത്താവ് ഉണ്ടെങ്കിലും പലതരം പുരുഷന്മാരുമായി ബന്ധം വെച്ച് പുലർത്തുന്നവരെ അല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. നമ്മളതിൽ കയറി ഇടപെട്ടിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനുള്ള ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ അത്തരക്കാരെ ഒന്നും പറയാനും പോകുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു പൊതുവേദിയിലിരുന്ന് ഒരു പൊതു ഇടത്തിലിരുന്ന് പറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത് കണ്ടിട്ട് കുളിർമ കോരുമെന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? എല്ലാവരും ഇത് കണ്ടിട്ടല്ല. അദ്ദേഹം നമ്മുടെ ഫ്ലോറിൽ തന്നെ വന്നിരുന്ന ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, സ്ത്രീകളൊക്കെ അടിമകളാണ്, അവരൊക്കെ അടിമകളാണ്, അവരൊക്കെ പുരുഷന്മാർക്ക് ഉപയോഗിക്കാനുള്ള വസ്തു മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ആയിരിക്കാം. അദ്ദേഹം കണ്ടു വളർന്ന രീതികളും അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന രീതികളുമൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീ എന്ന് പറയുന്നത് ഉപഭോഗ വസ്തുവല്ല. സ്ത്രീയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും സെക്സ് ചെയ്യാത്ത ഏറ്റവും നല്ല സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, 20-22 വർഷങ്ങളായി ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ അവർ ഇതുവരെ ശാരീരികമായ ഒരു തരത്തിലുമുള്ള ബന്ധം ഇല്ലാത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെയും ആണും പെണ്ണിനും ഇവിടെ ജീവിക്കാം. ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഒരു ആണും പെണ്ണും ഇരുന്നാൽ അതിൻ്റെ അകത്ത് സെക്സ് എന്നല്ല. മൈത്രേനെ പോലുള്ളവർ വിചാരിക്കുന്നത് കയറി ഉടനെ സെക്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി, ഇതാണ് മൈത്രേൻ്റെയൊക്കെ ചിന്താഗതി. അങ്ങനെ ഇല്ലാത്തവരായ നല്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ലോകത്തുണ്ട്. അത് മനസ്സിലാക്കാത്ത കുറേ എണ്ണമാണ് ഇതുപോലെ കിടന്ന് എന്തൊക്കെയോ എന്താണ് എന്ന് അവർക്ക് തന്നെ അറിയില്ല അവർ പറയുന്നത്. അല്ല, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിലെ അശ്ലീലമോ അല്ലെങ്കിൽ ലൈംഗികതയെ പറ്റി അദ്ദേഹം പറഞ്ഞതിനെയോ അതിലൊക്കെ എനിക്ക് എതിരഭിപ്രായമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു സ്ത്രീയുടെ ഒരു അവയവത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാദമുണ്ടല്ലോ, ഇത് എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ്. ഇവിടുത്തെ സ്ത്രീകളെല്ലാം കൂടെ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇപ്പം ഞാൻ പറയാം, ഒരു പുരുഷൻ്റെ ലൈംഗികാവയവം പ്രസവിച്ച് വീഴുന്ന സമയത്ത് തന്നെ ഈ ലൈംഗികാവയവം എന്താണ് വളരെ ചെറിയ ഒരു അവയവത്തിൽ നിന്ന് പിന്നീട് വലുതാവുന്നതിനനുസരിച്ചല്ലേ ലൈംഗികാവയവം വലുതാവുന്നത്. അല്ലാതെ അത് കാണുന്ന സ്ത്രീകളുടെ എല്ലാം മേക്കിട്ട് കയറാനുള്ള ഇതുകൊണ്ടാണ് അങ്ങനെ കയറുന്നതെന്നുണ്ടോ? ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ലൈംഗികാവയവം അല്ല, ഈ ഡ്രസ്സിനകത്തിരിക്കുന്ന ബ്രസ്റ്റ് കാണാൻ ആളുകൾക്കുള്ള ഒരു കൗതുകം കൊതിയും പോലെ ആണുങ്ങളും ഈ ലൈംഗികാവയവം ഡ്രസ്സിനകത്തല്ലേ വെച്ചേക്കുന്നത്. ഇത് കാണാൻ പെണ്ണുങ്ങൾക്ക് കൊതി ഉണ്ടാവില്ലേ? തീർച്ചയായും. അപ്പൊ തുറന്നിട്ട് നടക്കണ്ടേ? ഈ മൈത്രേൻ അവിടെ വന്നിരിക്കുമ്പോൾ ഡ്രസ്സ് ഇടുന്നുണ്ട്. മൈത്രേന്റെ ഇടയ്ക്ക് യഥാർത്ഥത്തിൽ ഡ്രസ്സ് ഇടാതെ ഇതൊക്കെ കാണിച്ചു കൊണ്ട് വന്നിരുന്നാണ് ഇത് പറയുന്നതെങ്കിൽ ഓക്കെ, സംഭവം ശരിയാണ്. പക്ഷെ എന്നാലും മറ്റത് പറയാൻ പാടില്ല. സ്ത്രീകളുടെ നേരെ ഇത്തരം കാര്യങ്ങൾ പറയാം. സ്ത്രീകളുടെ ഈ സാധനം ഉണ്ടാക്കി ഇതിനാണ് എന്ന് പറയാൻ മൈത്രേൻ എന്താണ് അവകാശം? മൈത്രേൻ ആരാണ് ഇതിന്റെ? അല്ല, അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാം, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാം. പണ്ട് നാണം മറയ്ക്കാൻ വേണ്ടി, നാണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതായത് ഈ മാറ് മറയ്ക്കാൻ വേണ്ടി സമരം നടന്ന സ്ഥലത്ത് ഇന്ന് മാറ് മറയ്ക്കാതിരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥലമായി നമ്മുടെ നാടൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, ആയിക്കോട്ടെ, പ്രശ്നമില്ല, വ്യക്തിപരമായ കാര്യമാണ്, ആയിക്കോട്ടെ. പറയേണ്ടതിന്റെ ആവശ്യകതയില്ല. അത് കാണാനുള്ള കൗതുകം കൊണ്ട് നിങ്ങൾ അത് തുറന്നിടണം. ഇത് മറച്ചു വെക്കുന്നത് കൊണ്ടാണ് കാണാൻ കൗതുകം, പിന്നെ തുറന്നിട്ട് ഇടുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ വേറൊന്നുകൂടി പറയുന്നുണ്ട്, ഇത് സ്ഥിരമായി തുറന്നിട്ടാൽ ഇതിനോടുള്ള താല്പര്യം അങ്ങ് പോവും. അപ്പോൾ താല്പര്യം പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ യഥാർത്ഥത്തിൽ പീഡനങ്ങൾ നടക്കുന്നതും മറ്റു കാര്യങ്ങൾ നടക്കുന്നതും ഒക്കെ സൈക്കോളജിക്കലി ചിന്തിക്കുമ്പോൾ പല ഉത്തരങ്ങളുണ്ട്. അമേരിക്കയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് അർദ്ധനഗ്നരായൊക്കെ നടക്കുന്ന സ്ത്രീകളുടെ നോക്കി പുരുഷന്മാർ വെള്ളം ഇറക്കാറില്ല. അവർക്കത് സർവ്വസാധാരണമായിരിക്കുന്നു. അങ്ങനെ സർവ്വസാധാരണമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പല വിധത്തിൽ കുറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്നും എനിക്കൊരു എതിരഭിപ്രായമില്ല, ഞാനൊരു ഫ്യൂഡൽ ചിന്താഗതിക്കാരനുമല്ല. പക്ഷേ ഈ രീതിയിൽ സ്ത്രീകളെ കാണുന്നവർ, സ്ത്രീകളെ കറവപ്പശുവായി കാണുന്നവർ, സ്ത്രീകളെ ഉപഭോഗ വസ്തുവായിട്ട് കാണുന്നവർ, പണ്ട് ഈ മനുസ്മൃതിയെ പറ്റിയും പണ്ട് ഖുറാനെ പറ്റിയും ഒക്കെ ഇരുന്ന് ഘോരാന്തരം പ്രഭാഷണം നടത്തുന്നവനാണ് സ്ത്രീ. അവൻ തന്നെയാണ് ഇപ്പോൾ പുരോഗമനത്തിൻ്റെ ഒരു പടച്ചട്ട അണിഞ്ഞുകൊണ്ട്
സ്ത്രീ പിന്നെ എന്താണ് കറവ പശുവാണ്, സ്ത്രീ അടിമയാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പുരോഗമന സിംഗങ്ങളെല്ലാം കൂടെ വന്നിട്ട് അതെ മൈത്രേയൻ ചേട്ടൻ പറയുന്നത് എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ എന്തെങ്കിലും ഒന്ന് സ്ത്രീയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മതം എല്ലാം അടച്ചു പൂട്ടി ഇവർക്ക് ശബരിമല കയറാൻ പോകണം. ശബരിമല കയറുന്നോ കയറാത്തതോ അല്ല, നവോത്ഥാനം ഉണ്ടാവും. അവർക്ക് സമത്വം കിട്ടുള്ളൂ. അവർക്ക് ഈ സ്ത്രീകളെ പറ്റി പറഞ്ഞാൽ, ഈ സ്ത്രീ കറവ പശുവാണെന്ന് പറഞ്ഞാൽ, സ്ത്രീ അടിമയാണെന്ന് പറഞ്ഞാൽ, സ്ത്രീയുടെ മേത്ത് കയറി ഇറങ്ങാനുള്ളതാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ചേട്ടൻ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. അതെ ദൈവമാണ്. ഇത് പറയുന്നതിന് മൈത്രേയന് പറയാൻ അവകാശമുണ്ടെങ്കിൽ, തോന്നിവാസം പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ പറയാൻ നമുക്ക് അവകാശം. തീർച്ചയായിട്ടും.